റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്ത 2 രോഗികൾ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. കായംകുളം പുതുക്കാട് സ്വദേശി മജീദ്, ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. മരണകാരണം അണുബാധയേറ്റത് മൂലമാണെന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു. ഡയാലിസിസിനിടെ വിറയലും ഛർദിയും ഉണ്ടായ 2 പേർ ചികിത്സയിൽ തുടരുകയാണ്. പരാതിയെ തുടർന്ന് ഡയാലിസിസ് യൂണിറ്റ് അടച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. പക്ഷേ പുതുവർഷത്തിൽ അല്പം ആശങ്കയുണ്ടാക്കുന്നൊരു വാർത്തയാണ് ആലപ്പുഴ നിന്ന് വരുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ അരുൺകുമാർ. ഈ പറഞ്ഞതുപോലെ പുതുവർഷത്തിൽ അത്ര സുഖകരമായ ഒരു വാർത്തയല്ല ഇന്ന് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഏറെ ദുഃഖകരമായ വാർത്തയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്ത 4 പേരിൽ ഇത്തരത്തിൽ വിറയലും ഛർദിലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ ഗുരുതരാവസ്ഥയിലായ 3 പേരാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 2 പേർ, ഒരാൾ മരിച്ച മജീദ് വണ്ടാനം മെഡിക്കൽ കോളേജിലും മറ്റൊരാളും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഇതിനു പുറമെ മരിച്ച രാമചന്ദ്രൻ മാവേലിക്കരയിലെ തട്ടാരമ്പലത്തിലെ ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയത്. ഈ 29-ാം തീയതിയാണ് മജീദ് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുന്നത്. പിന്നീട് പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച, രാമചന്ദ്രനും മാവേലിക്കരയിലെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നു. തുടർന്ന് ബന്ധുക്കൾ ഈ ആശുപത്രി അധികൃതരോട് ഇക്കാര്യം അന്വേഷിച്ചപ്പോഴാണ് രക്തത്തിലെ അണുബാധയാണ് മരണത്തിന് കാരണമായിട്ട് ആശുപത്രി അധികൃതർ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നത്. അതോടുകൂടി തന്നെ ഈ മരണത്തിന് കാരണം ഈ ഡയാലിസിസിനിടെ ഉണ്ടായ അണുബാധയാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ 4 പേർക്കാണ് ഒരേ ദിവസം ഈ വിറയലും ഛർദിലും ഒക്കെ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ ഡയാലിസിസ് യൂണിറ്റ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. മാത്രമല്ല താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് ഉപകരണങ്ങളും വെള്ളമൊക്കെ തന്നെ അണുവിമുക്തമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന തുടരുകയാണ് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ പറയുന്നത് പോലെ ആരോഗ്യവകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കം ഇടപെട്ട് ഇതിന്റെ അന്വേഷണവും അതിന്റെ നടപടികളും ഒക്കെ തന്നെ സ്വീകരിച്ചു വരുന്നുണ്ട്. ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. അല്പം ആശങ്കയുള്ള ഒരു വാർത്തയാണ് രാവിലെ നമ്മൾ കേട്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതില് നമുക്ക് ഡയാലിസിസ് 56 പേഷ്യൻസിന് ചെയ്തു വരുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ അവിടെ 28ഓളം പേഷ്യൻസിന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് 29-ാം തീയതി 2 പേഷ്യൻസ് അവിടെ ചെയ്തിരുന്നതില് ഇവർക്കാണ് ഇപ്പൊ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇവർക്ക് സാധാരണ പോലെ മിക്ക പേഷ്യൻസിനും കാണുന്ന പോലെ ഒരു ഷിവറിങ്, അതായത് വിറയലാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് നമ്മൾ അവരെ അവിടുന്ന് റെഫർ ചെയ്തു. ഒരാൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഒരാൾ TDMC മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ആയിരുന്നത്. അപ്പൊ അവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഇവരുടെ ബ്ലഡിന്റെ കൗണ്ട് വളരെ കൂടുതലായി കണ്ടിരുന്നു. അപ്പൊ അവർക്ക് അതിന്റെ ഒരു ഇൻഫെക്ഷന്റെ ഒരു ചാൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയി ഉള്ളതായിട്ടാണ് കണ്ടിരുന്നത്. അതുകൂടാതെ കിഡ്നി സംബന്ധിച്ചുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും അവരിൽ കണ്ടിരുന്നു. ആശുപത്രിയിൽ നിന്ന് അണുബാധ വരാനുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ? ഈ അതാണ് ആശുപത്രിയിൽ നിന്നാണോ അതോ രോഗികൾക്ക് അല്ലാതെ വേറെ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആശുപത്രിയിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം, ഒന്ന് ആശുപത്രിയിൽ നമ്മൾ ഡയാലിസിസിന് ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ മെഷീൻ ഉള്ള കാര്യങ്ങള്. അപ്പൊ അത് നമ്മൾ എല്ലാ മാസം ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ തന്നെ നമ്മൾ ആ ദിവസം തന്നെ വീണ്ടും ഒരു ചെക്കിങ്ങിന് വിട്ടിരുന്നു. അപ്പൊ അതിന്റെ 2 റിപ്പോർട്ടുകൾ വന്നതിൽ നമ്മള് നെഗറ്റീവ് ആണ് കാണുന്നത്. പക്ഷെ ഇന്നലെ ഒരു DMO തലത്തിലുള്ള ഒരു എൻക്വയറി ഇന്നലെ നടന്നു. ഇന്ന് ഇപ്പം DMO റിപ്പോർട്ട് സമർപ്പിച്ചനുസരിച്ച് ഒരു ഹയർ ലെവൽ കമ്മിറ്റിയും കൂടെ ഇന്ന് DHS ലെവലിൽ എൻക്വയറിക്ക് വരുന്നുണ്ട്. വിറയലുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവരോടൊപ്പമുള്ള 2 പേർക്ക്? ഇപ്പം ഒരു പേഷ്യന്റ് ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ബാക്കി പേഷ്യൻസിന് ഇപ്പം വേറെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല. ബാക്കി ഇപ്പം നിലവിലുള്ള പേഷ്യൻസിനെല്ലാം നമ്മൾ മറ്റു ഹോസ്പിറ്റലിൽ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മറ്റു ഹോസ്പിറ്റലിലൊക്കെ അവർക്ക് സർവീസ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് അപ്പോൾ ഡയാലിസിസ് ചെയ്ത 2 രോഗികൾ മരിച്ചു. ആശങ്ക വേണമോ എന്ന് ചോദിച്ചാൽ എന്താണ് കൃത്യമായിട്ട് അന്വേഷണത്തിലൂടെ മനസ്സിലാവുകയുള്ളൂ. എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ വന്നത് എന്നുള്ളതാണ്. 4 പേർക്ക്, അതിൽ 2 പേർ മരിച്ചു. ഒരാൾ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്, മറ്റൊരാൾ ഇപ്പോൾ വീട്ടിൽ പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.